ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗമായ സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ 13-ാം അധ്യായം നാം പഠിക്കുവാൻ ആരംഭിച്ചു. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതീകമായ ഒരു മൃഗവും മത നേതൃത്വത്തിന്റെ പ്രതീകമായ മറ്റൊരു മൃഗവും. അൽപ്രവാചകനും മൃഗവും എന്ന് വെളിപ്പാട് പുസ്തകം ഇവരെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായി അപ്പസ്തോലൻ കണ്ട മൃഗത്തെക്കുറിച്ച് വെളിപ്പാട് 17-ന്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ പരിശോധിച്ച് ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. 7-ാം ലോക സാമ്രാജ്യമായ ഭിന്ന രാജ്യത്വത്തെ ജയിച്ച് 8-ാമതായി വെളിപ്പെടുവാനിരിക്കുന്ന അധർമ്മമൂർത്തി എന്ന ഏകലോക സാമ്രാട്ടിന്റെ പ്രതീകമായി BC 175 മുതൽ 164 വരെ സിറിയ ഭരിച്ചിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന രാജാവിനെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടു. ഇതിന് സമാനമായ മറ്റൊരു രാജാവിനെ ഇന്ന് നമുക്ക് കാണാം. 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2-ാം വാക്യം മുതൽ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വാ പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഒരു സമ്മിശ്ര മൃഗത്തെയാണ് അപ്പസ്തോലൻ ഇവിടെ കാണുന്നത്. ഉടൽ പുള്ളിപ്പുലിയുടേതുപോലെയും കാല് കരടിയുടേതുപോലെയും വായ സിംഹത്തിൻ്റെതുപോലെയും. മൃഗം ഒരു രാജ്യത്തെയോ അതിൻ്റെ ഭരണാധികാരിയോ പ്രതീകപ്പെടുത്തുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4 മൃഗങ്ങളിൽ പെട്ടതാണ് ഈ 3 മൃഗങ്ങളെന്ന് നമുക്ക് കാണാം. ദാനിയേൽ 7-ന്റെ 3 മുതൽ 6 വരെ വാക്യങ്ങൾ. പുസ്തക ഭാഗം മാത്രം ഞാൻ വായിക്കാം. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. ഇത് ബാബിലോൺ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. കഴുകിൻ ചിറക് രാജ്യം സമ്പദ് സമൃദ്ധിയുടെ ഉയരങ്ങളിൽ പറന്നെത്തിയ അവസ്ഥയെയും, ചിറക് പറഞ്ഞുപോയത് രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ അഹങ്കരിച്ച നെബൂഖദ്നേസർ രാജാവിനെ ദൈവം താഴ്ത്തിക്കളഞ്ഞതും കാണിക്കുന്നു. രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്നു. ബാബിലോണിന് ശേഷം വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ ഇത് കാണിക്കുന്നു. കരടിയുടെ ഒരു പാർശ്വം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മേദ്യയോട് കൂടെ ചേർന്ന പാർസി രാജ്യം മേദ്യയേക്കാൾ ശക്തനായിരുന്നു എന്ന് കാണിക്കുന്നു. 6-ാം വാക്യം. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് ശേഷം വന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെ ഇത് കാണിക്കുന്നു. പുള്ളിപ്പുലിയുടെ മുതുകത്തുള്ള 4 ചിറകുകൾ അലക്സാണ്ടറിന് ശേഷം രാജ്യം 4-ആയി വിഭജിക്കപ്പെട്ടതും 4 തല 4 ഭരണാധികാരികളെയും കാണിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 4 ഭരണാധികാരികളെയും അവർ കൈവശപ്പെടുത്തിയ രാജ്യങ്ങളെയും നമ്മൾ പറഞ്ഞിരുന്നു. 4-ാം മൃഗത്തെ കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം. ദാനിയേൽ 7-ന്റെ 7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഈ മൃഗത്തെക്കുറിച്ച് ദൂതൻ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ദാനിയേൽ 7-ന്റെ 23 മുതൽ 28 വരെ വാക്യങ്ങൾ. 23-ാം വാക്യം. അവൻ പറഞ്ഞതോ, 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യം തന്നെ.
അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും ഇന്ന് ചവിട്ടി തകർത്ത് കളയും. ഘോരവും ഭയങ്കരവും അതിബലവുമുള്ളതും മറ്റു മൃഗങ്ങളെക്കാൾ വ്യത്യാസമുള്ളതുമായ ഈ 4ാം മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിക്കുവാനുള്ള രാജ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ബാബിലോൺ, മേദിയ പേർഷ്യ, ഗ്രീക്ക് എന്നീ സാമ്രാജ്യങ്ങൾ വീണതിന് ശേഷം വന്ന 4ാമത്തെ രാജ്യം അത് റോമൻ സാമ്രാജ്യമാണെന്ന് നമുക്കറിയാം. മൃഗം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന് ഇരുമ്പ് പല്ലും താമ്ര നഖവും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അതിന് 10 കൊമ്പും ഉണ്ടെന്ന് കാണുന്നു. 24-ാം വാക്യം, ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളും എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകൾ 10 രാജാക്കന്മാർ. കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റൊരു മൃഗത്തിന്റെ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണെന്ന് നാം കേട്ടു. ഇവ രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ളതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 17-12 വാക്യം, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് അത് നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഭൂമിയിൽ വെളിപ്പെട്ടു വരുവാനിരിക്കുന്ന ഏകലോക ചക്രവർത്തിയായ മൃഗത്തിന്റെ 10 കൊമ്പിനെയാണ് 10 രാജാക്കന്മാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രാജാക്കന്മാർ അധർമ്മമൂർത്തിയുടെ ഭരണം തുടങ്ങുന്ന സമയത്ത് ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ ആശ്ചര്യമായി 10 രാജാക്കന്മാരല്ല. ഇവർ തങ്ങളുടെ അധികാരവും ശക്തിയുമെല്ലാം അധർമ്മമൂർത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനോടുകൂടി അല്പകാലം ഭരിക്കും. അവർ ഒരുമിച്ച് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. എന്നാൽ ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കണ്ടത് 4ാമത്തെ മൃഗമായ റോമാ സാമ്രാജ്യത്തിൽ നിന്നുള്ള 10 രാജാക്കന്മാരാണ്. അവരുടെ പേരുകൾ ഞാൻ വായിക്കാം. അഗസ്റ്റസ്, 2 തിബരിയോസ്, കലിഗുള, ക്ലൗഡിയോസ്, നീറോ, ഗാൽബ, ഓട്ടോ, വിറ്റേലിയസ്, വെസ്പേഷ്യൻ, ടൈറ്റസ്. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. ദാനിയേൽ ദർശനം വിവരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ദാനിയേൽ 7-8 വാക്യം, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ദാനിയേൽ ആ ഭയങ്കര മൃഗത്തിന്റെ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. റോമാ സാമ്രാജ്യത്തിന്റെ 11ാമത്തെ രാജാവ്. ടൈറ്റസിന് ശേഷം രാജാവായി ഭരണമേറ്റ ഡൊമേഷ്യൻ ചക്രവർത്തി, വെസ്പേഷ്യന്റെ ഇളയപുത്രൻ. ചെറിയ കൊമ്പ്. AD 81 മുതൽ 96 വരെ രാജ്യം ഭരിച്ചത് ഇദ്ദേഹമാണ്. യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാടുകടത്തിയ രാജാവ്. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. ഡൊമേഷ്യന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ തന്റെ പിതാവായ വെസ്പേഷ്യൻ അധികാരമേറ്റ വർഷം തന്നെ 3 രാജാക്കന്മാർ വീണുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്ത ശേഷം ഗാൽബ അധികാരമേറ്റു. ഗാൽബയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓത്തോ രാജാവായി. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് വിറ്റേലിയസ് ഭരണമേറ്റു. അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാണ് വെസ്പേഷ്യൻ രാജാവായത് AD 69. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ടൈറ്റസും അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് AD 81 ഡൊമേഷ്യനും രാജാവായി. പ്രവാചകൻ തന്റെ ദർശനങ്ങൾ കണ്ടത് ഈ സംഭവങ്ങളായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. 25 വാക്യം, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അവൻ അത്യുന്നതിന് വിരോധമായി വമ്പ് പറയും. താൻ പ്രപഞ്ച രാജാവായ യൂപ്പിറ്റർ ദേവന്റെ മകനും ഭൂമിയിലെ പ്രതിനിധിയുമാണെന്നും എല്ലാവരും തന്നെ അങ്ങനെ അംഗീകരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഡൊമേഷ്യൻ ആവശ്യപ്പെട്ടു. സ്വയം ദൈവവും കർത്താവുമായി പ്രഖ്യാപിക്കുകയും
ജനങ്ങൾ തന്നെ ആരാധിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. താൻ രാജകൽപ്പന എഴുതിയിരുന്നത് ദൈവവും കർത്താവുമായ ഡൊമേഷ്യൻ കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. രാജ്യത്തെല്ലായിടത്തും തന്റെ പ്രതിമകൾ സ്ഥാപിച്ച് തന്നെ ആരാധിക്കുവാൻ ജനങ്ങളെ നിർബന്ധിക്കുകയും പ്രതിമയെ നമസ്കരിക്കാതിരുന്ന വിശ്വാസികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. സഭയ്ക്കുള്ള ദൂത് പഠിച്ചപ്പോൾ ചക്രവർത്തി ആരാധനയ്ക്ക് വിശ്വാസികളെ നിർബന്ധിക്കുന്നത് നാം കണ്ടതാണ്. അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഡൊമേഷ്യൻ തന്റെ ഭരണകാലത്ത് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റിക്കളയുവാൻ ശ്രമിച്ചിരുന്നു. 10 വർഷത്തേക്കാണ് ഡൊമേഷ്യൻ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ടത്. എന്നാൽ സെനറ്റിന്റെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മരണം വരെ ഒരു ഏകാധിപതിയായി കിരാതഭരണം നടത്തുകയായിരുന്നു താൻ ചെയ്തത്. സെനറ്റിന്റെ അധികാരം ഗണ്യമായി വിട്ടുകുറച്ചു. അങ്ങനെ നിലവിലിരുന്ന നിയമത്തെ ഒക്കെ മാറ്റിക്കളഞ്ഞു. താൻ ജനിച്ച മാസമായ ഒക്ടോബർ മാസത്തിന് ഡൊമീഷ്യാനസ് എന്നും താൻ അധികാരം പ്രാപിച്ച മാസമായ സെപ്റ്റംബർ മാസത്തിന് ജർമാനിക്കസ് എന്നും നാമകരണം ചെയ്തു. അങ്ങനെ സമയത്തെയും മാറ്റി. കാലവും കാലങ്ങളും കാലംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 3.5 വർഷം വിശുദ്ധ ജനം അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു എന്ന് 13-ന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത് അധർമ്മമൂർത്തിയിൽ നിറവേറുന്ന കാര്യമാണ്. ഡൊമേഷ്യൻ തന്റെ ഭരണകാലം മുഴുവൻ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 26-ാം വാക്യം, എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞു, അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. 11-ാം വാക്യം കൂടെ ഇവിടെ നമുക്കൊന്നിച്ച് ചിന്തിക്കാം. ദാനിയേൽ 7:11. മുമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇത് റോമ സാമ്രാജ്യത്തിന്റെ അധിപതിയായ ഡൊമേഷ്യൻ എന്ന ചക്രവർത്തിയെ കുറിച്ചല്ലെന്ന് വ്യക്തമാണല്ലോ. അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളും. ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. മൃഗത്തെ കൊല്ലുന്നു, അവന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളയുന്നു. അധർമ്മമൂർത്തിയായ മൃഗത്തിന്റെ ഉടൽ എന്താണ്? ഒരു ഉദാഹരണം പറയാം. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് അവന്റെ മുമ്പിൽ സകലതും അടിയുറവ് വെച്ച് സാത്താനോട് പോരാടി ജയജീവിതം നടത്തുന്ന സകല വിശുദ്ധന്മാരും ചേർന്നതാണല്ലോ ക്രിസ്തുവിന്റെ ഉടലായ സഭ. അതുപോലെ അധർമ്മമൂർത്തിയായ ലോകരാജാവിനെ പിന്തുണച്ച് തങ്ങളുടെ അധികാരവും ശക്തിയും മഹത്വവുമെല്ലാം അവന്റെ മുമ്പിൽ അടിയറവ് വെച്ച് ദൈവജനത്തോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നുകളയുന്ന ലോക ഗവൺമെന്റുകളാണ് അവരുടെ ഉടൻ. 27-ാം വാക്യം, പിന്നെ രാജ്യത്വവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അധർമ്മമൂർത്തിയായ മൃഗത്തെ ദൈവം ന്യായം വിധിച്ച് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അവനെയും അവനോട് സന്ധി ചെയ്ത് ദൈവത്തിനും തന്റെ ജനത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ഈ ലോക സിസ്റ്റത്തെയും തകർത്ത് രാജ്യത്വവും ആധിപത്യവും എല്ലാ രാജ്യങ്ങളുടെ മഹത്വവും ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന് കൊടുക്കുന്നത് വരെയുള്ള ഒരു ദൂര കാഴ്ച അല്ലെങ്കിൽ അവസാനം വരേക്കുമുള്ള ഒരു ദർശനം ദാനിയേലിന് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ അന്ത്യോക്കസ് എപ്പിഫാനസിനെ എന്ന പോലെ പുതിയ നിയമത്തിൽ ഡൊമേഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയെയും അധർമ്മമൂർത്തിയുടെ പ്രതീകമായി വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ മൃഗത്തിന്റെ കാലത്താണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടതും അവിടെ വെച്ച് തനിക്ക് വെളിപ്പാട് ലഭിക്കുന്നതും. നമ്മുടെ പഠനഭാഗമായ 13-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. വെളിപ്പാട് 13:2. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വാ പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. സമുദ്രത്തിൽ നിന്നും കയറി വരുന്നതായി യോഹന്നാൻ കണ്ട ഭീകര സത്വത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പുള്ളിപ്പുലി, കരടി, സിംഹം എന്നീ 3 മൃഗങ്ങൾ റോമ സാമ്രാജ്യത്തിന് മുമ്പ് നിലവിലിരുന്ന ഗ്രീക്ക്,
മേദ്യ പേർഷ്യ, ബാബിലോൺ എന്നീ സാമ്രാജ്യ ശക്തികളെ കാണിക്കുന്നതാണെന്ന് നാം നേരത്തെ കണ്ടു. ദാനിയേൽ പ്രവചനത്തിൽ നിന്നും ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ദാനിയേൽ 7:12. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു, എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. ശേഷം മൃഗങ്ങളോ, ദാനിയേൽ ദർശനത്തിൽ കണ്ട 4 മൃഗങ്ങളിൽ 4ാം മൃഗമായ റോമാ സാമ്രാജ്യത്തെയും അതിന്റെ അധിപതിയായി എഴുന്നേറ്റ് വന്ന ഡൊമേഷ്യനെ കുറിച്ചും അധർമ്മമൂർത്തിയായ മഹാമൃഗത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ട് ശേഷം മൃഗങ്ങളെ കുറിച്ച് പറയുകയാണ്. പുള്ളിപ്പുലി, കരടി, സിംഹം, അല്ലെങ്കിൽ ഗ്രീക്ക്, മേദ്യ പേർഷ്യ, ബാബിലോൺ എന്നീ രാജ്യങ്ങളുടെ ആധിപത്യം നീങ്ങിപ്പോയി. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് ആധിപത്യമില്ലെങ്കിലും അവയുടെ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, മതങ്ങൾ, നിയമങ്ങൾ ഇവയൊക്കെ നീണ്ടു നിൽക്കുന്നു എന്ന് സാരം. ഇന്നും ഇതൊക്കെ ലോകത്തെമ്പാടും അവിടെ എവിടെയായി നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് ബാബിലോന്യൻ മതങ്ങൾ, ഗ്രീക്ക് തത്വചിന്തകൾ, പേർഷ്യൻ സംസ്കാരങ്ങൾ, റോമൻ നിയമങ്ങൾ, റോമൻ നമ്പറുകൾ, ഇങ്ങനെ പലതും. 3-ാം വാക്യം. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് ഒത്തുപോയി. സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സമുദ്രത്തിൽ നിന്നും ഈ മൃഗം കയറി വരുമ്പോൾ അപ്പസ്വലൻ കാണുന്നത് അതിൻ്റെ ഒരു തല മുറിവേറ്റ് പുറത്തു പോയതുപോലെയാണ്. 12-ഉം 14-ഉം വാക്യങ്ങളിലും മുറിവേറ്റിട്ട് പുറത്തുപോയ കാര്യം പറഞ്ഞിരിക്കുന്നു. 14-ാം വാക്യത്തിൽ വാളാൽ മുറിവേറ്റിട്ടും എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഡൊമേഷ്യന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടാനിരിക്കുന്ന അധർമ്മമൂർത്തിയെക്കുറിച്ചാണ് ഇതെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഈ വിഷയത്തെ പ്രതീകാത്മകമായി നമുക്ക് ചിന്തിക്കാം. വാളാലാണ് മുറിവേൽക്കുന്നത്. വാള്. എഫേസ്യ ലേഖനം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 4:3. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. 2 യോഹന്നാൻ 7-ാം വാക്യം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. 2 തെസ്സലോനിക്കർ 2:7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അധർമ്മമൂർത്തിയുടെ പ്രവർത്തനം സഭയുടെ ആരംഭം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 42 മാസം പ്രവർത്തിപ്പാൻ അവൻ അധികാരം ലഭിച്ചുവെന്ന് 5-ാം വാക്യത്തിന് പറഞ്ഞിരിക്കുന്നു. സഭാ കാലയളവ് മുഴുവൻ പ്രവർത്തിപ്പാൻ. ക്രിസ്തു തന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനവും ആരംഭിച്ചെന്ന് 2-ാം മുദ്രയുടെ പഠനത്തിൽ നാം മനസ്സിലാക്കിയതാണ്. അപ്പോസ്തലന്മാരുടെ കാലം അത്രയും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞത് വചനമെന്ന വാളിനാലായിരുന്നു. അത് വാളാൽ അവനേറ്റ മുറിവായിരുന്നു. ഓരോ ദുരുപദേശത്തെയും സത്യവചനത്താൽ ഖണ്ഡിച്ചപ്പോൾ അവന്റെ തലയ്ക്ക് മുറിവേൽപ്പിക്കപ്പെടുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ മുറിവ് പുറത്തുപോയി. ഒരു അപ്പോസ്തലൻ മുമ്പ് കൂട്ടി ഇത് പറഞ്ഞിരുന്നു. പ്രവൃത്തികൾ 20:29-30 വാക്യങ്ങൾ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. 1-ാം നൂറ്റാണ്ടിന് ശേഷം അവന്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ തുടർന്നു. ദുരുപദേശങ്ങൾ, വിപരീത ഉപദേശങ്ങൾ സഭയിൽ ആളിപ്പടർന്നു.
ഇന്നും അധികമധികമായി അത് പടർന്നുകൊണ്ടിരിക്കുന്നു. വെളിപ്പെട്ട് വരാനിരിക്കുന്ന അധർമ്മമൂർത്തിയായ ലോക സമ്രാട്ടിന് യുദ്ധത്തിലുണ്ടാകുന്ന മരണകരമായ മുറിവായിരിക്കാം ഇത് എന്ന വ്യാഖ്യാനവുമുണ്ട്. ഇവന്റെ അത്ഭുതകരമായ കഴിവും ശക്തിയും പ്രതാപവുമെല്ലാം കണ്ടിട്ട് സർവ്വജനവും വിസ്മയഭരിതരായി അത്യാകാംക്ഷയോടെ ഇവനെ നോക്കിയാണ്. 4-ാം വാക്യം. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. ഇത്ര വലിയ അധികാരം അവന് കൊടുത്തതുകൊണ്ട് സർവ്വ ഭൂവാസികളും മഹാസർപ്പമായ സാത്താനെ നമസ്കരിക്കുകയാണ്. അതുപോലെ മൃഗത്തിന് ലോകരാഷ്ട്രങ്ങളുടെ മേലുള്ള അധികാരവും അവന്റെ വലിയ കഴിവും ശക്തിയുമെല്ലാം കണ്ടിട്ട് ഭൂവാസികൾ അവനെയും നമസ്കരിക്കുന്നു. നമ്മുടെ രാജാവിന് തുല്യനാർ, അവനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് ഓരോരുത്തരും സ്വയം പറഞ്ഞും അന്യോന്യം പറഞ്ഞും അവനെ വാഴ്ത്തുകയാണ്. 5-6 വാക്യങ്ങൾ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ഈ വാക്യങ്ങളെല്ലാം ചെറിയ കൊമ്പായ ഡൊമേഷനിലും ആത്യന്തികമായി അധർമ്മമൂർത്തിയിലും നിറവേറുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. വമ്പും ദൂഷണവും പറഞ്ഞ് ദൈവത്തെയും സ്വർഗത്തെയും ദുഷിക്കുകയും ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തി മനുഷ്യരെ കൊണ്ട് തന്നെ ആരാധിപ്പിക്കുകയും ചെയ്യും എന്ന് നമ്മൾ കണ്ടു. 42 മാസം പ്രവർത്തിപ്പാൻ സഭാ കാലയളവ് മുഴുവൻ പ്രവർത്തിക്കുന്നതിന്. 7-ാം വാക്യം. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ. ഇതും സഭാ കാലയളവ് മുഴുവൻ നടക്കുന്ന സംഭവമാണ്. എന്നാൽ ആത്യന്തികമായ നിറവേറൽ കർത്താവിന്റെ പുനരാഗമനത്തിന് മുമ്പ് സഭാപ്രവർത്തനം പൂർത്തിയായ ശേഷം അധർമ്മമൂർത്തിയിൽ നിറവേറും. വെളിപ്പാട് പുസ്തകം 11:7 നാം ഇത് പഠിച്ചതാണ്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. മുഴു ലോകത്തിന്മേലും അവന്റെ അധികാരവും ശക്തിയും നടപ്പാക്കുവാൻ സാത്താൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാം വാക്യം. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അവനെ നമസ്കരിക്കും. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത സകല മനുഷ്യരും അവനെ ആരാധിക്കും. വിശുദ്ധന്മാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടകാലമായിരിക്കും അത്. കർത്താവ് അരുളി ചെയ്തതുപോലെ അവസാനത്തോടും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 9-10 വാക്യങ്ങൾ. ശരിയുള്ളവൻ കൽക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. മൃഗത്തെ നമസ്കരിക്കുവാൻ വിസമ്മതിക്കുന്ന വിശുദ്ധന്മാരെ അടിമയാക്കി കൊണ്ടുപോവുകയോ കൊല്ലുകയോ ചെയ്യും. എന്നാൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകേണ്ടി വരും. കൊല്ലുന്നവൻ കൊല്ലപ്പെടും. വിശുദ്ധന്മാരെ പീഡിപ്പിക്കുന്ന ദുഷ്ടജനത്തിന് അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം കൊടുക്കും. അവരോട് ദൈവം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ വിശുദ്ധന്മാരുടെ വിശ്വാസവും സഹിഷ്ണുതയും ആവശ്യമാണെന്ന് ഇരിക്കുന്നു. ദൈവം തന്റെ വീണ്ടെടുപ്പിൻ പദ്ധതി പ്രകാരം വിശ്വാസത്തിന് പരിശോധനയ്ക്കായി തന്റെ വിശുദ്ധന്മാരെ മൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ വിശ്വാസത്തോടും സഹിഷ്ണുതയോടും കൂടെ ക്ഷമ കൊണ്ട് തങ്ങളുടെ ജീവനെ നേടേണ്ടതാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതെവിടെയായിരുന്നാലും വിശ്വാസത്തോടും സഹിഷ്ണുതയോടും കൂടെ ക്ഷമ കൊണ്ട് നമ്മുടെ ജീവനെ നേടുവാൻ സർവകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വേഗം വരുന്നതിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.